എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിഷുഫലം വെച്ചുകൊണ്ട് നോക്കുന്നത് ഗോചരപ്രകാരം ഉച്ചാവസ്ഥയിൽ വരുന്ന 8ാമത്തെ നക്ഷത്രമാണ് നമ്മളിവിടെ പറയാനായിട്ട് എടുത്തിരിക്കുന്നത്. അതുപ്രകാരം ഇവിടെ ഗ്രഹനിലകളുടെ അനുകൂല സ്ഥിതി കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രം. ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ വിശദമായ ഫലങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് നിങ്ങൾ ഉത്രട്ടാതി നക്ഷത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഫലങ്ങൾക്ക് അതേപോലെ തന്നെ, അതായത് അതിൻ്റെ തത്തുല്യമായ പ്രത്യേകതകൾ ലഭിക്കാൻ പോകുന്ന ആ 9 നക്ഷത്രക്കാരെ കുറിച്ച് കൂടി ഒരു ചെറിയ സൂചന തരാം. പറയാൻ കാരണം, ഈ പറയുന്ന 9 നക്ഷത്രക്കാരും അവരോടൊപ്പം നിങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാരും അനുജന്മ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലമായി അനുഭവിക്കാൻ പോകുന്നത്. അതുപ്രകാരം ഉത്രട്ടാതി കൂടാതെയുള്ള ആ 9 നക്ഷത്രക്കാർ യഥാക്രമം ഭരണി, മകീര്യം, പൂയം, അത്തം, അനിഴം, പൂരാടം, തിരുവോണം, അവിട്ടം, രേവതി, ഇങ്ങനെ 9 നക്ഷത്രക്കാരാണ്. നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്, ഈ 2026 വിഷു സംക്രമ ഗ്രഹനില പരിശോധിക്കുമ്പോൾ മിഥുനത്തിലെ വ്യാഴവും മീനത്തിലെ ശനിയും മേടത്തിലേക്ക് വരുന്ന സൂര്യനും നിങ്ങൾ ഈ 9 നക്ഷത്രക്കാർക്ക് അവിശ്വസനീയമായ മാറ്റങ്ങളാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ സമയം കുംഭത്തിലെ രാഹു നിങ്ങൾക്ക് ന്യൂട്രലുമായിരിക്കും. പറയാൻ കാരണം, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടേതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും അവിശ്വസനീയമായ ചില മേഖലകൾ നിങ്ങൾക്ക് വളർന്നു കിട്ടും. അതിൽ പ്രധാനപ്പെട്ടത് വൈവാഹികം, വിദേശവാസം, സാമ്പത്തികം, അതിനോടൊപ്പം നിങ്ങളുടെ തൊഴിൽ രംഗം. ഇത് നിങ്ങൾ ഓരോരുത്തർക്കും എത്രത്തോളം ഉണ്ടാകുമെന്ന് വ്യക്തമായി പറയാൻ സാധിക്കില്ല. എങ്കിലും അത് നിങ്ങളുടെ സ്വസിദ്ധമായ കഴിവുകൾ അനുസരിച്ചായിരിക്കും ആ മേഖല വളർന്നു കിട്ടുന്നത്. മാത്രവുമല്ല, വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്ന ചില സ്വപ്നങ്ങൾ പൂവണിയാനായിട്ടും ഈ വിഷുക്കാലം സാക്ഷ്യം വഹിച്ചിരിക്കും. അതൊരു പക്ഷേ ഒരു വീട് എന്ന സ്വപ്നമാകാം, അല്ലെങ്കിൽ വിവാഹം എന്ന സ്വപ്നവുമായി കൂടാന്നില്ല. അതെല്ലാം നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം എങ്ങനെയോ അങ്ങനെ ഇരിക്കുമെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ശരി, ഇന്ന് ഇവിടെ ഈ പറയാൻ പോകുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ ഈ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും രാഹുകേതുക്കളുടെയും ആ രാശിമാറ്റങ്ങൾ വഴി നിങ്ങൾ ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്കും ഇതേപോലെ തന്നെയുള്ള ഫലങ്ങളായിരിക്കും നിങ്ങളെയും കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലങ്ങളിലേക്ക് കടന്നു പോകാം. നമ്മുടെ ഈ 2026 വിഷു വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇംഗ്ലീഷ് വർഷം 2026 ഏപ്രിൽ മാസം 15-ാം തീയതി ബുധനാഴ്ച. ഇത് മലയാള വർഷത്തിൽ പറയുമ്പോൾ 1201 ആണ്ട് മേടമാസം 2-ാം തീയതിയായിട്ട് വരും. അതിന് വിഷു സംക്രമത്തിലെ ഗ്രഹനില വളരെ പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പറയാം. കാരണം ഗ്രഹനില ഇല്ലാതെ ഫലം പറയുമ്പോൾ അതിനൊരു കേന്ദ്രീകൃത ഭാവം കിട്ടുന്നതല്ല. സൂര്യനും ശുക്രനും മേടം രാശിയിലും, വ്യാഴം മിഥുനം രാശിയിലും, കേതു ചിങ്ങം രാശിയിലും, രാഹു കുംഭം രാശിയിലും, ബുധനും ചൊവ്വയും ശനിയും മീനം രാശിയിലുമാണ് അപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളോട് ഒന്നാമതായി പറയാനുള്ളത്, മീനം രാശിയിൽ വരുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി. ഈ വിഷു സംക്രമ സമയത്ത്, അതായത് 2026 ഏപ്രിൽ 15-ന് ശനി നിങ്ങളുടെ രാശിയിൽ തന്നെ നിൽക്കുന്ന ജന്മശനിയുടെ കാലഘട്ടമാണ് നിങ്ങൾക്ക് സംജാതമാകുന്നത്. എന്നാൽ വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം, സൂര്യൻ്റെ ഉച്ചസ്ഥിതിയും നിങ്ങൾക്ക് നൽകുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വന്നു ചേരുന്ന പൊതുവായിട്ടുള്ള ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 വിഷുഫലം സൂചിപ്പിക്കുന്നത് ക്ഷമയുടെയും പക്വതയുടെയും ഒരു വർഷം എന്നുള്ളതാണ്. പറയാൻ കാരണം, നിങ്ങളുടെ രാശ്യാധിപനായിട്ടുള്ള വ്യാഴം മിഥുനം രാശിയിൽ, അതായത് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയം വളരെയധികം ഭൗതിക സാഹചര്യങ്ങൾ ഉറപ്പായിട്ട് ഉരുത്തിരിഞ്ഞു വരും. മാത്രവുമല്ല, നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശനി നിങ്ങളുടെ രാശിയിലൂടെ സഞ്ചരിക്കുന്ന ജന്മശനിയുടെ കാലഘട്ടമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ചില കഠിനമായ പാഠങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും. മാത്രവുമല്ല, സൂര്യൻ മേടം രാശിയിൽ 2-ാം ഭാവത്തിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെയധികം കരുത്തും ആത്മവിശ്വാസവും ഉറപ്പായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ തടസ്സങ്ങൾ അത് ഓരോന്നോരോന്നായി നീങ്ങിപ്പോകാനും, അതുപോലെ തന്നെ പ്രായോഗിക ബുദ്ധിയുടെ കാര്യങ്ങൾ അത് ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ ഉള്ളിൽ വികസിപ്പിച്ചെടുക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത്
അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി നിങ്ങളുടെ കർമ്മരംഗത്ത് ശരിക്ക്, അതായത് പരമാവധി നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനായാൽ ഈ ഒരു വർഷത്തെ വിഷുക്കാലം നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി അടുത്തത് രണ്ടാമത്തേത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി. സാമ്പത്തിക കാര്യങ്ങളിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ മികച്ച ഫലങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ധനലാഭം, രണ്ടാമത്തെ ഭാവത്തിൽ സൂര്യൻ ഉച്ചസ്ഥിതനായി നിൽക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായി പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ കൈവശം ധനം വന്നു ചേരാൻ യോഗമുണ്ടായിത്തീരും. അതുപോലെ തന്നെ മുടങ്ങിപ്പോയ ശമ്പള കുടിശ്ശികയോ അല്ലെങ്കിൽ പഴയ ഇൻഷുറൻസ് തുകകൾ കെട്ടിക്കിടക്കുന്ന അങ്ങനെ വല്ലത് ഉണ്ടെങ്കിൽ ഈ വർഷം ഉറപ്പായിട്ടും അവ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. അതുപോലെ നിക്ഷേപങ്ങൾ, ഭൂമിയിലോ സ്വർണത്തിലോ നിങ്ങൾക്ക് നിക്ഷേപിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഉതകുന്ന ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ പറഞ്ഞ ഒരു വർഷക്കാലം. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള മാസങ്ങളിൽ മാത്രം നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ മതി. മാത്രവുമല്ല, ഭാവിയിൽ വലിയ ലാഭം തരുന്ന പുതിയ നിക്ഷേപ പദ്ധതികളിൽ നിങ്ങൾ ചെന്ന് അതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യും. അതുപോലെ തന്നെ ചിലവുകൾ, 12ാം ഭാവത്തിലെ രാഹുവിൻ്റെ സ്ഥിതി അനാവശ്യ ചിലവുകൾക്ക് ഉറപ്പായിട്ടും വഴിയൊരുക്കും. ഇത് ഈ പറഞ്ഞത് ഏത് രീതിയിൽ വരും എന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ആശുപത്രി ചിലവുകളോ അല്ലെങ്കിൽ വീട് പുതുക്കി പണിയുന്നതിനായിട്ട് എന്തെങ്കിലും ആ രീതിയിലൊക്കെ ചിലവുകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കടബാധ്യത, കൃത്യമായ പ്ലാനിങ്ങിലൂടെ പഴയ കടങ്ങൾ വലിയൊരു പരിധി വരെ തീർത്തെടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. മാത്രവുമല്ല, വലിയ തുകകൾ മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് ഉറപ്പായിട്ടും ഈ വർഷം നിങ്ങൾ ഒഴിവാക്കിയിരിക്കണം. ഈ പറഞ്ഞ കാര്യം പ്രത്യേകം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇനി അടുത്ത് മൂന്നാമത്തേത് തൊഴിലും കരിയറും. കർമ്മരംഗത്ത് തീർച്ചയായിട്ടും വളരെയധികം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ ഈ വിഷുവർഷം. മാത്രമല്ല, നിങ്ങളുടെ ജോലിയിലെ പദവി ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ജോലിയിൽ കൂടുതൽ അധികാരമുള്ള പദവികൾ ഉറപ്പായിട്ടും നിങ്ങളെ തേടിയെത്തും. ശനിയുടെ സ്വാധീനം കാരണം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇരട്ടിയായി ലഭിക്കും. ഇതിൽ തന്നെ പെട്ട മറ്റൊരു വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സംരംഭങ്ങൾ. നിങ്ങളിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ മേഖലകളിലേക്ക് നിങ്ങളുടെ ആ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഉറപ്പായിട്ടും സാധിക്കും. മാത്രവുമല്ല, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ വൻ ലാഭം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതുമായിരിക്കും. ഇനി വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ വർഷം വളരെ അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ 12ാം ഭാവത്തിലെ രാഹു വിദേശയാത്രയ്ക്കുള്ള സാധ്യതകൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചിരിക്കും. അതിന് ഇതിൽ തന്നെ പെട്ടത് സ്ഥാനക്കയറ്റം. സർക്കാർ ജീവനക്കാർക്ക് ഈ വർഷം, അതായത് ഈ വർഷത്തിൻ്റെ 2ാം പകുതിയോടെ അർഹമായ പ്രമോഷനും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഉറപ്പായിട്ടും സ്ഥലം മാറ്റവും ലഭിക്കാൻ യോഗമുണ്ടായിത്തീരും. ഇനി അടുത്തത് 4, നിങ്ങളുടെ കുടുംബം, വിവാഹം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നൊരു വർഷമാണ് ഈ വരാൻ പോകുന്നത്. ഇതിൽ വിവാഹം അന്വേഷിക്കുന്ന ഇതിലെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2026 ഓഗസ്റ്റ് മാസത്തിന് മുൻപായി ഉത്തമമായിട്ടുള്ള വിവാഹബന്ധം ഉറപ്പായിട്ടും ശരിയാകും. നിങ്ങളുടെ കുടുംബം, 4ാം ഭാവത്തിലെ വ്യാഴം കുടുംബത്തിൽ ഉറപ്പായിട്ടും ഐശ്വര്യം കൊണ്ടുവരും. പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് അത് അതിഗംഭീരമായി പുനർനിർമ്മിക്കാനോ അവസരങ്ങൾ സംജാതമാകും. ഇത് പറയാൻ കാരണം, വളരെ ഗംഭീരമായ രീതിയിൽ ഗൃഹപ്രവേശം നടത്താനുള്ള ഒരു യോഗം, അതായത് അങ്ങനെ ഒരു മംഗളകർമ്മം നിങ്ങൾക്ക് ഈ വർഷം കാണുന്നുണ്ട്. ഇനി ബന്ധങ്ങൾ, മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകാമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ അവ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാൻ സാധിക്കും. അതിന് അടുത്തത് 5, ആരോഗ്യം. ആരോഗ്യകാര്യത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ വർഷം അല്പം ശ്രദ്ധിച്ചേ മതിയാകൂ. കാരണം ജന്മശനിയും 12ാം ഭാവത്തിലെ രാഹുവും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മാനസികമായ പല വിധത്തിലുള്ള പിരിമുറുക്കത്തിനോ അല്ലെങ്കിൽ കൈകാലുകൾക്ക് സന്ധിയിൽ വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിനും കശേരുക്കൾ സംബന്ധമായിട്ടുള്ള ചില വ്യാധികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായ വിശ്രമവും വ്യായാമവും നിങ്ങൾ ശീലമാക്കിയാൽ ഈ പറഞ്ഞ പ്രശ്നം നിങ്ങൾ വലിയൊരു പരിധിവരെ മറികടക്കുന്നതായിരിക്കും.
അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുമ്പോൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധ ഉറപ്പായിട്ടും അത്യാവശ്യമാണ്. മാത്രമല്ല ഭക്ഷണ കാര്യത്തിൽ നല്ല രീതിയിൽ മിതത്വം പാലിക്കുന്നത് നിങ്ങൾക്ക് ഉദരസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഉറപ്പായിട്ടും സഹായിക്കും. ഇനി അടുത്തത് ആറാമത്തേത് വിദ്യാഭ്യാസ മേഖല. വിദ്യാർത്ഥികൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. വ്യാഴത്തിൻ്റെ അനുഗ്രഹമുള്ളതിനാൽ നല്ല ഏകാഗ്രതയോടുകൂടി പഠിച്ചാൽ നിങ്ങൾ എഴുതുന്ന പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് ഈ വിഷുവർഷം സാധിക്കും. അതുപോലെ തന്നെ ഗവേഷണ വിദ്യാർത്ഥികൾക്കും IT മേഖലയിൽ പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഈ വർഷം പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാകും. ഉപരിപഠനത്തിനായിട്ട് വിദേശ സർവകലാശാലകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഈ വർഷം നിങ്ങൾക്കത് സാധിക്കും. ഇനി അടുത്തത് ഏഴാമത്തേത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ വർഷം നിങ്ങൾ ഉറപ്പായിട്ടും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കണം. എന്നാൽ നോർമൽ രീതിയിലുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടതാണ് താനും. ഇത് ഈ പറഞ്ഞത് പ്രത്യേകിച്ചും നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയിൽ, അതായത് സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോൾ അതിൽ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. ഇത് ഈ പറഞ്ഞത് ഒന്നിനോടൊന്ന് കണക്റ്റായി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും ഈ ജന്മശനി ആയതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും അല്പം കാലതാമസം നേരിടുന്നതായിരിക്കും. അതിൽ നിരാശപ്പെടാതെ ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ രഹസ്യങ്ങൾ അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് നിയമപരമായ കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ വിട്ടുനിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തത് എട്ടാമത്തേത് പരിഹാരമാർഗങ്ങൾ. ജന്മശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങളൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വഴിപാടുകളും, അതായത് നീരാഞ്ജനം തെളിക്കുക, അങ്ങനെയുള്ള വഴിപാടുകൾ അവിടെ ചെയ്യിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ഗൃഹത്തിൽ എല്ലാ ശനിയാഴ്ച തോറും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് നിങ്ങൾക്കുള്ള ഗ്രഹദോഷങ്ങൾ മാറാൻ നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കും. ഇനിയൊരു ഉപസംഹാരം എന്ന നിലയിൽ പറഞ്ഞാൽ ഈ 2026 വിഷുഫലം നിങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നൽകുന്നത് പുതിയൊരു ഉയർച്ചയാണ്. ജന്മശനിയുടെ പരീക്ഷണങ്ങളെ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ബലം കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മറികടക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നതാണ് നിങ്ങളുടെ ജോലി. ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതെല്ലാം തരണം ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.